പിന്നെ കേരളത്തിലെ മഴയെ പ്രത്യേകിച്ചും എൽനിനോ കാര്യമായി ബാധിക്കുന്ന ഒരു വിപരീതമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇതുവരെ നമ്മൾ വന്നിട്ടുള്ള വർഷങ്ങളിലെല്ലാം മഴ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എൽനിനോ വർഷങ്ങളിൽ നിന്നുള്ളതാണ് കാണുന്നത്. മഴയെ മാത്രമല്ല, കാലം മാത്രമല്ല, അതിന് ശേഷമുള്ള നമ്മുടെ തുലാവർഷ കാലത്തും മഴ കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം എൽനിനോ ഡിസംബർ മാസം വരെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയതുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ ഈ കാലാവസ്ഥ പ്രവചനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ തുലാവർഷത്തിലും മഴ കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അന്തരീക്ഷ താപനില കൂടാനുള്ള ഒരു സാഹചര്യം കൂടി ഇങ്ങനെയുണ്ട്, ഈ എൽനിനോ ഉള്ള വർഷങ്ങളിലുണ്ട്. പിന്നെ അതുകൂടാതെ ഈ എൽനിനോ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മഴ പെയ്യുന്നത് ഒരു ചുരുങ്ങിയ സമയത്തേക്ക് പെട്ടെന്ന് ഒരു വലിയൊരു ഇവൻ്റ്, അതായത് വെതർ എക്സ്ട്രീംസ് കൂടുക എന്ന് പറയും. അതായത് പെയ്യുന്ന മഴ അതിശക്തമായി പെയ്ത് പിന്നീട് കുറേ ദിവസത്തേക്ക് മഴ ഉണ്ടാവാതിരിക്കുക, അതിശക്തമായിട്ടുള്ള മഴയൊക്കെ ചിലപ്പോൾ പല രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമാകും. നമ്മൾ ഈ ശരാശരിയിൽ കൂടുതൽ കുറവ് എന്ന് പറയുമ്പോൾ പോലും അത് ആ ഒരു മാസത്തിൽ എങ്ങനെ വിന്യസിക്കുന്നു ആ മഴ, അല്ലെങ്കിൽ മാസത്തിൽ ഏത് ഭാഗത്ത് വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ എൽനിനോ എപ്പോഴും പെട്ടെന്ന് വന്നു പോകുന്ന ഒരു മഴ, അല്ലെങ്കിൽ ഒരു അതിശക്തമായ ഒരു മഴയുടെ ഒരു എപ്പിസോഡ്, പിന്നെ കുറേ ദിവസത്തേക്ക് മഴ പെയ്യായിരിക്കും. ഇങ്ങനെയുള്ളൊരു സ്വഭാവമാണ് നമ്മൾ നേരത്തെയും കണ്ടുപോകുന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസത്തെ കാര്യം എടുത്താൽ പോലും പലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മഴ പെയ്യും, പിന്നെ അങ്ങോട്ടേക്ക് മഴ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു ടിപ്പിക്കൽ കാലവർഷകാലത്തെ ഒരു മഴയുടെ പാറ്റേൺ ആയിരിക്കില്ല എൽനിനോ വർഷങ്ങളിൽ സാധാരണയായിട്ട് ഉണ്ടാവാറ്. ലാനിനൊക്കെയാണ് നമുക്ക് എൽനിനോക്കാളും സ്വാധീനമെന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ ഈ ഹിസ്റ്റോറിക്കൽ വാല്യൂ എടുത്ത് നോക്കിയാൽ ലാനിന വർഷങ്ങളിൽ മഴ കൂടുതലായിട്ടുണ്ടായിട്ടുള്ള ഇൻസിഡൻസ് ആണ് കൂടുതൽ, അങ്ങനെയുള്ള വർഷങ്ങളാണ് കൂടുതൽ. ലാനിന വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൺസൂൺ ശരാശരിയിൽ കൂടുതലായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തുലാവർഷകാലത്തും മഴ കൂടുതൽ വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതിന് കൂടാതെ ഈ സൈക്ലോണുകളൊക്കെ ഉണ്ടാവുന്നതും നമ്മുടെ ബംഗാൾ ഉൾക്കടൽ, അറേബ്യൻ സീയിലും ഒക്കെ സൈക്ലോണുകൾ കൂടുതൽ ഉണ്ടാകുന്നതും ലാനിന വർഷങ്ങളിലാണെന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒബ്സർവേഷൻസ് നമുക്ക് കാണിച്ചിട്ടുള്ളത്.